ജയ രാമ രാമ ജയ രാമ രാമ ജയ രാമ രാമ. നമസ്കാരം. രാവണനിങ്ങനെ പലരെയും കീഴടക്കാനുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിൽ സഞ്ചാരം തുടരുകയാണ്. അങ്ങനെ മാഹിഷ്മതി പുരം എന്ന് പറയുന്ന രാജ്യത്ത് എത്തിച്ചേർന്നു. ആ രാജ്യം ഭരിച്ചിരുന്നത് കാർത്തവീര്യാർജുനൻ എന്ന രാജാവായിരുന്നു. നർമ്മദയുടെ തീരത്താണ് ആ രാജ്യം പ്രധാനമായും നിലകൊണ്ടത്. അവിടെ ഒരു ദിവസം രാവണൻ നർമ്മദയുടെ തീരത്ത് എത്തിച്ചേർന്ന് തൻ്റെ പ്രഭാതകർമ്മങ്ങൾ നിർവഹിക്കുവാനായി എത്തിച്ചേരുകയും നദീതീരത്ത് ഒരു ശിവലിംഗം സ്ഥാപിച്ച് അവിടെ ശിവപൂജ ചെയ്യുകയുമായിരുന്നു. ഈ സമയമാണ് കാർത്തവീര്യാർജുനൻ തൻ്റെ ഭാര്യമാരോടൊത്ത് അവിടെ നദിയിൽ ജലക്രീഡയ്ക്കായി എത്തിച്ചേർന്നു. തൻ്റെ 1000 കരങ്ങൾ വെച്ച് ജലത്തെ തടഞ്ഞു നിർത്തിയാണ് കാർത്തവീര്യാർജുനൻ അവിടെ ജലക്രീഡയിൽ ഏർപ്പെട്ടത്. ഈ സമയം നദിയിലെ വെള്ളം മുന്നോട്ടൊഴുകുന്നതിന് പകരം പിന്നോട്ടൊഴുകി എത്തിയ നദിയിലെ ജലം കരകവിഞ്ഞൊഴുകി രാവണൻ പൂജ നടത്തിയിരുന്ന പൂജാ സാമഗ്രികളൊക്കെ വെള്ളമെടുത്തു കൊണ്ടുപോകുന്ന ആ സാഹചര്യത്തിൽപ്പെട്ടു. പെട്ടെന്നത് രാവണനിൽ അത്ഭുതം സൃഷ്ടിച്ചു. ഇതെന്താണ് സംഭവിക്കുന്നത്? മുന്നോട്ടൊഴുകുന്ന നദി പിന്നോട്ട് ഒഴുകി വരികയും താൻ പൂജ നടത്തിക്കൊണ്ടിരുന്ന വസ്തുവകളൊക്കെ വെള്ളത്തിൽ പെട്ടുപോവുകയും ചെയ്യുക എന്നത് രാവണന് മനസ്സിലായില്ല. എന്തായത്? രാവണനിങ്ങനെ തൻ്റെ അനുചരന്മാരോട് എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ കാർത്തവീര്യാർജുനൻ എന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരൊത്ത് നദിയിൽ ജലക്രീഡയിലാണ്. അങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തി തിരിച്ചൊഴുകുന്നതാണ് എന്ന് പറഞ്ഞു. രാവണന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ രാവണൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ വഴിയിൽ കണ്ട കാർത്തവീര്യാർജുനൻ്റെ സേനാംഗങ്ങളോട് കാർത്തവീര്യാർജുനനെ കാണുവാൻ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിച്ചു. ഈ സംസാരം കേട്ടപ്പോൾ കാർത്തവീര്യാർജുനൻ്റെ സേനാംഗങ്ങൾ അത് ഒട്ടും ഗൗരവത്തിൽ എടുത്തില്ല. അത് ഗൗരവപൂർവ്വം കാണേണ്ട കാര്യമില്ല എന്നറിയാം. അവർക്കറിയാം കാർത്തവീര്യാർജുനന് മുന്നിൽ ഈ നിൽക്കുന്ന രാവണൻ ഒന്നുമല്ല എന്ന്. അപ്പോൾ രാവണൻ അവരോട് പറഞ്ഞു, നാം ആരാണെന്ന് മനസ്സിലായോ? ലോകനാഥനായ ദശാനൻ രാവണനാണ്. തൻ്റെ കീർത്തി താൻ തന്നെ അവരോട് പറയുകയായിരുന്നു. ഇത്ര പരാക്രമിയും വീരനും ലോകശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയുമായ തന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കും എന്ന നിലയിൽ വെല്ലുവിളിച്ചുകൊണ്ട് രാവണൻ സംസാരിച്ചു.
ഇത് കേട്ട് കാർത്തിക വീരാർജുനൻ്റെ സേനാംഗങ്ങൾ ചിരിക്കുകയല്ലാതെ അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇതിന് ചിരിക്കുകയല്ലാതെ എന്ത് പറയാൻ എന്നുള്ള മട്ടിലായിരുന്നു അവരുടെ പ്രതികരണം. കാരണം കാർത്തിക വീരാർജുനൻ എത്രത്തോളം കരുത്തനാണ് എന്ന് അവർക്കറിയാം. ഇത് മനസ്സിലാക്കാതെ ഒരാൾ നിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കാർത്തിക വീരാർജുനൻ്റെ സേനാംഗങ്ങൾ ആ വിധം പെരുമാറിയത്. രാവണന് കോപം ഇരച്ചു കയറി. രാവണൻ ആ സേനാംഗങ്ങളോട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. തൻ്റെ സേനയെ അവർക്ക് നേരെ പോരാടാൻ രാവണൻ നിർദ്ദേശിച്ചു. അങ്ങനെ പോരാട്ടം തുടങ്ങി. യുദ്ധം ആരംഭിച്ചു. പെട്ടെന്ന് നദിക്കരയിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് മാതിരി ഒരു വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടായി. രാവണൻ്റെ സേനാംഗങ്ങളും രാക്ഷസ സേനയും കാർത്തിക വീരാർജുനൻ്റെ സേനാംഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഈ ബഹളം കേട്ടറിഞ്ഞ് കാർത്തിക വീരാർജുനൻ എന്തോ സംഭവം അവിടെ നടക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് തൻ്റെ കുളിയൊക്കെ അവസാനിപ്പിച്ച് ഭാര്യമാരോട് കൊട്ടാരത്തിൽ പോകാൻ പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും കയറി മുന്നോട്ട് വന്നു. ഈ സമയം കാർത്തിക വീരാർജുനെ വെല്ലുവിളിച്ചുകൊണ്ട് രാവണൻ മുന്നോട്ട് വന്നു. കാർത്തിക വീരാർജുനും രാവണനും തമ്മിൽ കടുത്ത പോരാട്ടമായി. അതുവരെ രാവണൻ നേരിട്ടിട്ടില്ലാത്ത നിലയിലുള്ള ആക്രമണമാണ് കാർത്തിക വീരാർജുനിൽ നിന്ന് രാവണൻ നേരിടേണ്ടി വന്നത്. രാവണൻ വിചാരിച്ചിരുന്ന രീതിയിലുള്ള വ്യക്തിയല്ല കാർത്തിക വീരാർജുനൻ എന്ന് രാവണൻ യുദ്ധത്തിന് ചെന്ന് മുമ്പിൽ പെട്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. 1000 കരങ്ങളുള്ള ബലിഷ്ഠമായ ശരീരത്തോടുകൂടിയ രാവണനേക്കാളും കരുത്തനായ ഒരു മഹാമേരുവിനെ പോലുള്ള ഒരു വ്യക്തിയാണ് കാർത്തിക വീരാർജുനൻ എന്ന് തിരിച്ചറിയുമ്പോൾ രാവണന് ആദ്യം ഉള്ളിലൊരു നടുക്കമുണ്ടായെങ്കിലും രാവണൻ കാർത്തിക വീരാർജുനനുമായി ഏറ്റുമുട്ടി. കടുത്ത ഏറ്റുമുട്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമായി. കാർത്തിക വീരാർജുനനെ രാവണൻ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ ശ്രമിച്ചു. കാർത്തിക വീരാർജുനൻ തിരിച്ച് രാവണനെ തൻ്റെ മുഷ്ടി ചുരുട്ടി ഇടിക്കുമ്പോൾ രാവണൻ നിലംപതിച്ചു. 2-3 പ്രാവശ്യത്തെ കാർത്തിക വീരാർജുനൻ്റെ ആക്രമണം നേരിട്ടപ്പോൾ രാവണൻ നിലംപതിച്ചു. രാവണൻ അനങ്ങാൻ പറ്റാത്ത നിലയിലായി. കാർത്തിക വീരാർജുനൻ ആ രാവണനെ തൂക്കിയെടുത്ത് നേരെ കാർത്തിക വീരാർജുനൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഉള്ള ഒരു കൂട്ടിൽ, കല്ലറ കൊണ്ട് നിർമ്മിച്ച, കല്ലുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു കൂട്ടിൽ പൂട്ടിയിട്ടു. കരുത്തനാണെങ്കിൽ രാവണൻ ആ പൂട്ട് അവിടെ പൂട്ടിയിട്ടത് പൊളിച്ച് പുറത്തു വരാൻ ആഗ്രഹമുണ്ടെങ്കിലും രാവണന് ധൈര്യമില്ലാതായി. കാരണം കാർത്തിക വീരാർജുനനെ വീണ്ടും നേരിടാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു. താൻ ഇളിഭ്യനായി പരാജയപ്പെട്ട് കൂട്ടിലടയ്ക്കപ്പെട്ട ദയനീയ അവസ്ഥയിലായിപ്പോയി രാവണൻ. രാവണൻ ഈ വിധത്തിൽ ഇതുവരെ രാവണൻ്റെ ജീവിതത്തിൽ ചെന്നുപെട്ടിട്ടില്ല. ആ ഒരു ദുർഗതിയിൽപ്പെട്ട രാവണൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൂട്ടിൽ വാസ്തവത്തിൽ മുഖം താഴ്ത്തി ലജ്ജിതനായി അവിടെ ഇങ്ങനെ കഴിയുകയായിരുന്നു. ഇത് കേട്ടറിഞ്ഞ് രാക്ഷസന്മാർ, രാവണൻ്റെ അനുചരന്മാർ, ബന്ധുക്കൾ ഒക്കെ ദുഃഖിതരായി. രാവണൻ കാർത്തിക വീരാർജുനനാൽ തോറ്റ് കൂട്ടിലകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. സാധാരണ തോറ്റ് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ തോറ്റ് കൊല്ലപ്പെടുകയൊക്കെയാണ് പതിവ്. രാവണനെ ഒരു കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളത് രാവണൻ അത്യന്തം ദുഃഖകരമായ, രാക്ഷസർക്ക് അത്യന്തം ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലാണ് ചെന്നുവിട്ടത്. ഇവരെന്ത് ചെയ്യണം എന്നറിയാതെ രാവണൻ്റെ ബന്ധുക്കളും അനുചരന്മാരും
ആലോചിച്ചു, എന്ത് ചെയ്യണം, ഇതെങ്ങനെ മോചിപ്പിക്കാൻ പറ്റും? കാർത്തിവീരാർജുനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ നമുക്ക് പറ്റുന്ന സാഹചര്യമില്ല. പോയി രാവണൻ്റെ പുത്രനെ കണ്ട് പറഞ്ഞാലോ എന്നവർ ആലോചിച്ചു. മേഘനാഥനെ കൂട്ടിക്കൊണ്ടുവന്നാലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ പല ആലോചനകളിൽ നിന്നും അവർ കണ്ടെത്തിയ ഒരു പോംവഴി, രാവണൻ്റെ അമ്മാവന്മാരായ പ്രഹസ്തനും മരീചനും ഒക്കെ ചേർന്ന് ആലോചിച്ചപ്പോൾ ഇതിന് പറ്റിയ ഒരു പോംവഴി അവരുടെ പിതാമഹനായ പുലസ്ത്യനെ കാണുന്നതാണ് നല്ലത് എന്ന് തോന്നി. പുലസ്ത്യ മഹർഷിയുടെ പുത്രനാണല്ലോ രാവണൻ്റെ പിതാവായ വിശ്രവസ്ത്. അപ്പോൾ നേരെ പുലസ്ത്യനെ പോയി കണ്ടിങ്ങനെ രാവണൻ കൂട്ടിലടയ്ക്കപ്പെട്ട കാര്യം മരീചനും പ്രഹസ്തനും കൂടി പുലസ്ത്യ മഹർഷിയുടെ മുമ്പാകെ പറഞ്ഞു. പുലസ്ത്യ മഹർഷി എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പുലസ്ത്യ മഹർഷി അറിയാം, കഴിഞ്ഞ കുറേ കാലമായി രാവണൻ ലോകത്ത് കാട്ടുന്ന ഓരോ സംഭവങ്ങളും പുലസ്ത്യ മഹർഷിക്ക് അറിയാം. രാവണൻ്റെ പല ചെയ്തികളും നല്ലതല്ലാത്ത നിലയിലേക്ക് മാറുന്ന കാര്യവും പുലസ്ത്യ മഹർഷി അറിയാം. എങ്കിലും സ്വന്തം പൗത്രനാണല്ലോ ഇങ്ങനെ കൂട്ടിലകപ്പെട്ടിരിക്കുന്നത്, എന്തെങ്കിലും ചെയ്തല്ലേ മതിയാകൂ എന്ന് കരുതി ഇവർ പറയുന്നത് കേട്ട് പുലസ്ത്യ മഹർഷി കാർത്തിവീരാർജുനനെ കാണുവാൻ തീരുമാനിച്ചു. അങ്ങനെ കാർത്തിവീരാർജുനൻ്റെ കൊട്ടാരത്തിലെത്തിച്ചേർന്നപ്പോൾ പുലസ്ത്യ മഹർഷി വന്നു എന്നത് കണ്ടപ്പോൾ കാർത്തിവീരാർജുനൻ വളരെ വലിയ ആദരവോടുകൂടിയ പുലസ്ത്യ മഹർഷി, ആദരണീയനായ മഹർഷി, ബ്രഹ്മതുല്യനായ ബ്രഹ്മദേവൻ്റെ പുത്രനായ പുലസ്ത്യ മഹർഷി വന്നു എന്നുള്ള മട്ടിൽ വളരെ ആദരവോടുകൂടി പുലസ്ത്യ മഹർഷിയെ സ്വീകരിച്ചാനയിച്ച് കാർത്തിവീരാർജുനൻ തൻ്റെ രാജസദസ്സിൽ കൊണ്ടിരുത്തി അദ്ദേഹത്തിൻ്റെ വേണ്ടുന്ന ഉപചാരക്രിയകളൊക്കെ ചെയ്തു വളരെ സന്തോഷിപ്പിച്ചു. എന്നിട്ട് പുലസ്ത്യ മഹർഷിയോട് കാർത്തിവീരാർജുനൻ അവസാനം ചോദിച്ചു, വളരെ വിനയാന്വിതനായി ചോദിച്ചു, അല്ലയോ മഹർഷി, എന്താണ് അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശം? യാദൃശ്യാണെങ്കിൽ അങ്ങ് നമ്മുടെ രാജധാനിയിൽ വന്നത് നാം അത്യന്തം സന്തോഷത്തിലാണ്. അങ്ങയുടെ പാദസ്പർശം നമ്മുടെ ഈ രാജധാനിയിൽ ഉണ്ടായതിൽ നാം ഏറെ സന്തുഷ്ടനാണ്. അങ്ങ് എന്താണോ ഈ രാജധാനിയിലേക്ക് വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പുലസ്ത്യ മഹർഷി മെല്ലെ പറഞ്ഞു, ഇവിടെ കൂട്ടിൽ പിടിച്ചിട്ടിരിക്കുന്ന ദശാനനൻ രാവണൻ നമ്മുടെ പൗത്രനാണ്. അങ്ങയുടെ പൗത്രനോ? വൈശ്രവസിൻ്റെ മകനാണ്. നമ്മുടെ പുത്രനാണ് വൈശ്രവസിൻ്റെ മകനാണ്. അപ്പോൾ പുലസ്ത്യ മഹർഷി രാവണൻ്റെ പശ്ചാത്തലം പറഞ്ഞു. ഇത് കേട്ട് കാർത്തിവീരാർജുനൻ അത്ഭുതത്തോടുകൂടി, ഇത് സത്യത്തിൽ നമുക്കറിയില്ലായിരുന്നു, അങ്ങയുടെ പൗത്രനാണ് ഈ രാവണൻ എന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ രാവണൻ്റെ ചെയ്തികൾ, മര്യാദഘട്ട പ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു മഹർഷി. രാവണൻ അകാരണമായിട്ടാണ് പ്രശ്നമുണ്ടാക്കിയത്. നമ്മുടെ സേനയെ ആക്രമിക്കുകയും നിരവധി സേനാംഗങ്ങളെ വധിക്കുകയും ചെയ്തു. ഒരാവശ്യമില്ലാതെയാണ് അങ്ങനെ സംഭവിച്ചത്. രാവണൻ്റെ അഹങ്കാരം ഉണ്ടായതുകൊണ്ടാണ്, രാവണൻ ആ വിധത്തിൽ പെരുമാറിയതുകൊണ്ടാണ് രാവണനെ നാം ഇവിടെ പിടിച്ചുകൊണ്ടുവന്നത്. അങ്ങയുടെ പൗത്രനായതുകൊണ്ടും അങ്ങ് നേരിട്ട് വന്ന് പറഞ്ഞതുകൊണ്ടും നാം രാവണനെ മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കാർത്തിവീരാർജുനൻ രാവണനെ അവിടുന്ന് മോചിപ്പിച്ചു. രാവണൻ തലയും താഴ്ത്തി ഏറെ ലജ്ജിച്ച്
നാണം കെട്ട് എന്ന് പറയുന്ന മാതിരി നാണം കെട്ട് കാർത്തിവീരാർജുനൻ്റെ രാജ്യത്തു നിന്നും അങ്ങനെ മടങ്ങിപ്പോയി. കാർത്തിവീരാർജുനൻ ഒപ്പം രാവണനെ പിടിച്ച് കെട്ടിയ സമയത്ത് തന്നെ രാവണൻ്റെ കയ്യിലുണ്ടായിരുന്ന പുഷ്പവിമാനം ഒക്കെ തന്നെ പിടിച്ചെടുത്ത് അവിടെ കൊണ്ടിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ പുഷ്പവിമാനമൊക്കെ കൊടുത്താണ് തിരിച്ചയച്ചത്. രാവണൻ ആ പുഷ്പവിമാനത്തിൽ കയറി അവിടെ നിന്ന് വീണ്ടും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഉള്ള യാത്ര തിരിച്ചു.